ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നടത്താൻ പോകുന്നു. അപ്പോൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് വേണ്ട അല്ലേ, അത്രയും വേണ്ട. ഓക്കെ, അത് ഞാൻ കട്ട് ചെയ്തോളാം. ഫുള്ളായിട്ട് എടുത്തോ. ഓക്കെ, അപ്പം ഞാൻ കുറേ കാലമായിട്ടൊരു കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മെയ് 18th, അതായത് ഞായറാഴ്ചയാണ് മെയ് 18th. അപ്പോൾ മെയ് 18th ചേട്ടൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളി ആക്ച്വലി ഇവിടെ സ്ഥലത്തില്ല, പുള്ളി നാളെ എത്തുള്ളൂ. അപ്പോൾ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ആ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന ഒരു വ്ളോഗായിട്ട് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ആക്ച്വലി മെമ്മറീസ് അല്ലേ. അപ്പം കുറേ നാൾ കഴിഞ്ഞാലും ഈ വർഷം ഞാൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് സാധാരണ ഞാൻ പുള്ളിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പുള്ളി യൂസ് ചെയ്യാറില്ല. അതായത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന സാധനമേ പുള്ളി ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ടൊന്നും പുള്ളി അത് ഇടാനൊന്നും പോകാറില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു വാച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിവിടെ അലമാരിക്കകത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇട്ട് കണ്ടിട്ടേ ഇല്ല. ഈ വർഷം ഞാൻ വിചാരിച്ചു അങ്ങനെ സാധനം വാങ്ങിച്ചു കൊടുത്ത് യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ പൈസ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ വർഷം ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാൻ എന്താവും എന്നറിയില്ല. പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നാളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അതിന് മുമ്പ് എടുത്ത് വച്ചേക്കുന്ന ഒരു വീഡിയോ ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ട്. എനിക്ക് ഭയങ്കര കൂടുതൽ വീഡിയോസ് ഇടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളൊരു പുതിയൊരു ചാനൽ വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടൂസ് ആൻഡ് വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് ഞങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ വീഡിയോസ് എല്ലാം നമ്മൾ അതിനകത്താണ് ഇടാറുള്ളത്. അപ്പോൾ എല്ലാവരും ആ ചാനലും സപ്പോർട്ട് ചെയ്യണം, കുട്ടൂസ് ആൻഡ് വ്ളോഗ്സ്. അതിൽ കുറേ 2-3 റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോ ആക്ച്വലി ഒരു ഇമോഷണൽ വീഡിയോ ആയി എൻഡ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ ബ്രദറുണ്ട്, പുള്ളി ദുബായിലാണ്. പുള്ളിക്കും പിന്നെ ചേട്ടൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പോയി കണ്ടിട്ട് വാ. ഹലോ, അങ്ങനെ രാവിലെ ആയി, കുട്ടിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് ഇപ്പം തന്നെ ഗെയിം എന്താന്ന് പറയാം, ലാസ്റ്റ് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, കുടിച്ചേട്ടാ ഗെയിമാണ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് ഗെയിമാണ്. നമ്മളിവിടെ പല സ്ഥലത്തായിട്ട് കുറേ സാധനങ്ങൾ, കുറെ പേപ്പർ വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് ചില ഫൈനൽ ഒരു അവിടെയാണ് ഗിഫ്റ്റ് ഇരിക്കുന്നത്. ആദ്യത്തെ ക്ലൂ തരാം, വായിക്കും. മലയാളത്തിലാണോ ഇംഗ്ലീഷിലോ? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഞാൻ വായിച്ചേക്കാം. പുറമേ ചൂടാണെങ്കിലും ഞാൻ ഇവിടെ നല്ല കുളിരിലാണ്. പുറമേ ചൂടാണെങ്കിലും ഞാൻ നല്ല പറഞ്ഞിട്ടില്ല. അടുത്ത ക്ലൂ ഫ്രിഡ്ജിൽ കാണും. ഫ്രിഡ്ജൊന്നും കാണിക്കണ്ടടാ. കിട്ടിയാ? കിട്ടി. ഓക്കെ, നിങ്ങളെ കംഫർട്ടായി ഞാൻ ഇരുത്താറുണ്ട്, ചിലപ്പോൾ ഉറക്കാറുണ്ട്. കട്ടിൽ കുടിച്ചേട്ടാ ഒന്നൂടെ ചിന്തിക്കാനുണ്ടോ അതില്? ഓക്കെ, ഞാൻ കംഫർട്ടായി എന്താണ് ആദ്യം ഇരിക്കുന്നത്? കംഫർട്ടാ, അപ്പൊ തുണി നനക്കുന്നത്. കംഫർട്ടായി ഞാൻ ഇരുത്താറുണ്ട്. കംഫർട്ടായിട്ട് ഇരുത്താറുണ്ട്, ചിലപ്പോൾ ഉറക്കാറുണ്ട്. കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് നമ്മളെ സോഫ. പറയല്ലേ, അതൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ കപ്പ, ഇടകളിലൊക്കെ കപ്പ, ഇടകളിൽ
എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ രാച്ചുമ്മ എനിക്ക് ചുറ്റും 4 പേരുണ്ട്. അവർ എന്റെ പുറത്ത് എപ്പോഴും എനിക്ക് ചുറ്റും 4 പേരുണ്ടാകും. അതെ, എനിക്ക് 4 കാലുണ്ട്. ഡൈനിങ് ടേബിൾ എനിക്ക് രാവിലെ കയറി വന്നപ്പോഴേ ഇതിന്റെ മണ്ടയിൽ നിന്ന് ഇതെടുത്ത് വെച്ചിങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇതിനായിരുന്നു അതല്ല. പുതിയതും പഴയതുമായ എല്ലാരും എന്റെ അടുത്തുണ്ട്. കതവ് തുറന്നാണ് അവരെ എടുക്കാറ്. പുതിയത് പഴയതുമായ എല്ലാരും എന്റെ അടുത്തുണ്ട്. കതവ് തുറന്നാണ് അവരെടുക്കാറുള്ളത്. അലമാര കറങ്ങിവിടാ പോയി നോക്കണം. എന്തൊരഭിനയം. എന്റെ അന്നൊക്കെ വാസ്കാർ കൊടുത്താടാ. ഓക്കെ ഓക്കെ കൊടുത്തിട്ട് വാ. മാറ്റിയൊക്കെ നോക്കാം. ആ ചെറിയ എന്തോ സാധനമാണെന്ന് വിചാരിച്ചു. അതൊക്കെ എടുത്ത് തപ്പണത്. അതൊക്കെ എന്റെ ബ്യൂട്ടി സാധനങ്ങൾ. അവിടെ ഇല്ല, ആറോയിലില്ല. ഒരു ക്ലൂ തന്നെ. എഡിറ്റിംഗ് സിംഗം. ഫണ്ടാസ്റ്റിക്. കൊള്ളാം. ഇതിന്റെ സാധനം ഞാനല്ലേ റിയലൈസ് ചെയ്യുന്ന. ഇതിങ്ങനെ മറ്റേ അടിപൊളി. ഇത് അമ്മ കണ്ട? ഉമ്മ കണ്ടില്ല? ഓക്കെ സൂപ്പർ. നിങ്ങൾക്ക് ഇതില് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് കഴിഞ്ഞിട്ട് ഒറിജിനലും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരുന്നതാണ്. അമ്മ അമ്മ കണ്ടായിരുന്നാ? ഞാൻ ഇത് നടക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ടെക്നോളജി. ടെക്നോളജിയുടെ വളരെ വളർച്ചയാണ്. താങ്ക് യു. ഇതാരാണ്? മനസ്സിലാവണില്ലേ? അയ്യോ എന്റെ മനസ്സിലാവില്ല. നിനക്ക് ഇത് മനസ്സിലായോ? ഇതാര്? ഇത് ഇതാര്? ഇതാര്? ഇത് വരാ. ഇതാര്? ഇതാര്? വല്യമ്മ. ഇതാര്? ഇത് അപ്പൂപ്പൻ. അച്ഛൻ. എങ്ങനെയുണ്ട്? ഇതാര്? അത് ചുമ്മാ അവൻ പറയാം. ഇതാരെന്ന് മനസ്സിലാവുന്നത്? അവൻ കുട്ടിച്ചാണ് മനസ്സിലാവുന്നില്ല. താങ്ക് യു. വേറെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്താ? ഇല്ല, ഞാൻ അങ്ങനെ എന്റെ ബർത്ത്ഡേ അങ്ങനെ സമ്മാനങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ചൊന്ന് ആലോചിച്ചിട്ട് കൊടുത്ത ഗിഫ്റ്റാണ്. അത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനെ കൊണ്ട് ചെയ്യിച്ചത് ഫോട്ടോ. പിന്നെ ഇത് ഫ്രെയിം ചെയ്തത് നമ്മുടെ നാഗച്ചേരൻ. നമ്മളവിടെ കൊലമ്പുഴ അല്ല കുന്നുവത്തറ. അത് എഡിറ്റ് ചെയ്തെന്നാ പയ്യനെ കൊണ്ട്. ഞാൻ ഈ ഫോട്ടോ ഞാൻ ചേട്ടൻ കാണാതെ ചേട്ടന്റെ ഫോണിൽ നിന്നും കിരൺ ചേട്ടൻ അയച്ചു കൊടുത്ത ഫോട്ടോ എടുത്ത് എന്റെ ഇതിലോട്ട് ഫോട്ടോ പയ്യൻ അയച്ചു കൊടുത്തു. അത് സെറ്റാക്കി തന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനത് കിരൺ ചേട്ടൻ ഓൾറെഡി അയച്ചു കൊടുത്തു. കിരൺ ചേട്ടൻ നെട്ടി. പുതിയ വീട് വെക്കുമ്പോ അവിടെ അപ്പം
അപ്പൊ താങ്ക് യു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതാണ് പുള്ളിച്ചേട്ടന് കൊടുത്തേക്ക്. ഇനി ഇത്രേ പറയാനുള്ളൂ. പുള്ളിച്ചേട്ടൻ്റെ ബാക്കി ഇമോഷൻസ് എല്ലാം പുള്ളിച്ചേട്ടൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ആളാണ്. ഓക്കെ, അപ്പം